ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇക്കാക്കും എല്ലാവർക്കും പണി ഉണ്ടായിരുന്നു, ഓഫായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മക്കളെയും കൊണ്ട് ഇതുവരെ കളിക്കാനൊന്നും പാർക്കിലേക്ക് എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടി അങ്ങോട്ട് പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബനാന ബീച്ച് ഉണ്ട് ജുബൈലിൽ. ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ വന്നത്. അവിടെ ആകുമ്പോൾ വെള്ളത്തിലും കളിക്കാനുള്ള അതിലും കളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബീച്ചിൻ്റെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇവിടെ ഇക്കാൻ്റെ വേറൊരു ഫ്രണ്ടും ഫാമിലിയും ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പായി ഇതൊക്കെ വിരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കൊണ്ട് വന്നിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങളതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ അവിടെ നല്ല വൃത്തിയുണ്ട്, കാണാനും ചന്തമുണ്ട്, വൃത്തിയുണ്ട്. അപ്പോൾ ചെറിയ മോനെ അവിടെ ഇറക്കി വിട്ടിട്ടോ. അത്ര നേരം എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവന് ഇറങ്ങാനും റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ ഇറക്കി വിടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അവർ നടന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ മോനെ ഇറക്കണം എന്നുണ്ട്, പക്ഷേ അവൻ പേടിക്കുക എന്താണെന്ന് അറിയില്ല. ഇതുവരെ ഈ ബീച്ച് അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും അവനെ ഇറക്കിയിട്ടുമില്ല, കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പം വലിയ ആൾ ഇക്കാൻ്റെ ഫ്രണ്ടായിട്ട് നല്ല കൂട്ടാണ്. അപ്പോൾ അതാ അവർ രണ്ടുപേരും അവിടെ നല്ല കളിയാണ്, ഒരു കൂസലും ഇല്ല. അവർ നല്ല കളിയാണ് കേട്ടോ. നമ്മളൊന്നും മൈൻഡ് ആക്കണ പോലും ഇല്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക മോനെയും കൂടി ഒന്ന് ഇറക്കായിരുന്നു. പേടിയാണോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ, ഫസ്റ്റ് ടൈം അല്ലേന്നും പറഞ്ഞുകൊണ്ട് ഇക്കത് അവനിങ്ങനെ ഇറക്കാൻ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അതാ അവനെ ഇറക്കി. പക്ഷെ അവനെ ഇറക്കുമ്പോൾ കരയാണ് കേട്ടോ ചെയ്തത്. അപ്പം മനസ്സിലായി വെള്ളം പേടിയാണെന്നുള്ളത്. പിന്നെ അവനങ്ങോട്ട് കയറ്റി. ഇവരിത് അവിടെ നല്ല കളിയാണ്. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അങ്ങോട്ട് പോകുക, ആഴം ഉണ്ടാവുക എന്താണെന്നുള്ളത്. അപ്പം ഇക്കാറുണ്ട് ഇല്ല, ഇവിടെ ഈ ഭാഗത്ത് വല്ലാണ്ട് ആഴമൊന്നും ഇല്ല, അവർ കളിച്ചോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കളിക്കാനുള്ള പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞില്ല, അങ്ങോട്ട് നടന്നു പറഞ്ഞിട്ട് ആൾ ഉഷാറോടുകൂടി ഓടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവർക്ക് കളിക്കാനുള്ള ആ ഒരു ഭാഗം. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിലും നമ്മൾ കളിക്കാൻ കയറണമെങ്കിലും രണ്ടിനും വെവ്വേറെ പൈസയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാളയിൽ കയറിയില്ല കേട്ടോ. നമ്മൾ ഈ കുന്നുപോലുള്ളൊരു ഇതിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വെള്ളത്തിലേക്ക് ചാടേണ്ടതാണ്. അപ്പോൾ അത് റിസ്ക്കാണ്. ഇനി മക്കൾക്ക് എന്തെങ്കിലും ആയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ കയറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ബീച്ചിൻ്റെ ആ ഒരു ഭാഗമായിരുന്നു കേട്ടോ. നമുക്ക് പേടിയില്ലാതെ കളിക്കുക, വല്ലാണ്ട് ആഴമില്ലാത്തൊരു ഭാഗമായിരുന്നു. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോണ ടൈമിൽ അത് കണ്ടിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുക ചെയ്യണത്. പക്ഷേ നല്ല ബുദ്ധിമുട്ടാണ് ഇത് കൂടെ നടക്കുക. നമ്മുടെ കാലിൻ്റെ കുതിൻ്റെ പണിയൊക്കെ കയ്യും പറയൂല, അങ്ങനത്തെ വേദന ആയിരിക്കും കേട്ടോ നടക്കുമ്പോൾ. അതിൻ്റെ ഈ നടുത്ത് കൂടെ അങ്ങനെ പൂക്കൾ അവർ നന്നായി ചന്തത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണ പൂവാണ്. ഇത് പലതരം കളറിലും ഉണ്ടാവും നാട്ടിൽ. ഇവിടെ ഈ ഒരു കളറാണ് കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഭാഗം കൂടി ഉണ്ടായിരുന്നു, ഒരു മല പോലെ. അതിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങുക. ആ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുക കേട്ടോ. കയ്യും കാലൊക്കെ കുഴഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ മേലേക്കൊക്കെ കയറിയിട്ട് ഇതാ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ടെന്ന് പറയാൻ നമ്മൾ ഈ കുതിരകൾ ഉണ്ടായിരുന്നു കേട്ടോ. 2 കുതിര ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ ഈ വണ്ടി പോലെയുള്ള പോണത്, അതാ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മൾ കുതിരേൻ്റെ മേലെ കയറി ഇരുന്നിട്ട് പോണ ആ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനിക്ക് ഇങ്ങനെ അതിൽ കാരണം പറഞ്ഞപ്പോൾ ആദ്യമായിട്ടല്ലേ, പേടി ഉണ്ടാവും, എന്നാൽ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവനെ കയറ്റിട്ടോ. പക്ഷെ അവനക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോനും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടിയും റൗണ്ട് അടിക്കുകയാണ്. ഒരു റൗണ്ട് അടിക്കുള്ളൂ കേട്ടോ. ഒന്നിൽ കയറി ഒരു റൗണ്ട് അങ്ങനെ. അപ്പോൾ ഒരു റൗണ്ട് അടിച്ചിട്ട് അവർ വന്നു. തിരിച്ച് അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മക്കളാകെ അലമ്പായിരുന്നു, ഉറക്കം വന്നിട്ടും വിശന്നിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.